ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2 മാസം മുമ്പേ നമ്മൾ ഒരു പേരക്കയുടെയും മൾബറിയുടെ ഒരു 3-4 കൊമ്പുകളിലും നമ്മൾ എയർ ലെയർ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ അതിൽ നമുക്ക് പേരക്കയുടെ കൊമ്പും അതുപോലെ തന്നെ മൾബറിയിൽ എയർ ലെയർ ചെയ്ത 2 കൊമ്പും നമുക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ വേര് പിടിച്ച കൊമ്പുകളാണ്. അപ്പോൾ ഇത് നമ്മൾ എയർ ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യ് ഒരു കവറിൽ നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മൾബറിയിൽ എയർ ലെയർ ചെയ്തതിന് ശേഷം അതിൽ പൂവിടുകയും കായ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ മണ്ണിൽ നട്ട് നോക്കുകയാണ്. അഥവാ വീണ്ടും അതിൽ പൂ കൊയ്യാതെ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്, ഇലകളുടെ താഴെ വെള്ളീച്ചയുടെ ശല്യം നല്ലപോലെയുണ്ട്. അതുപോലെ തന്നെ വേരുകളെല്ലാം വീഡിയോയിൽ കാണുന്നതാണ്, നല്ലപോലെ വേര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കവറിൽ. ഇതൊരു സാധാരണ രീതിയിലാണ് ഈ എയർ ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പ്ലാസ്റ്റിക് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് ബോട്ടിലിലോ നമുക്ക് എയർ ലെയർ മിശ്രിതം ഫില്ല് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളൊരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. പിന്നെ ഏറെ പൂവിട്ടതെല്ലാം നിങ്ങൾ കാണാവുന്നതാണ്. മൾബറിയുടെ പൂവാണത്. ഏകദേശം കായ് പിടിച്ചിട്ടുണ്ട് ചില തൈകളിലെല്ലാം. പെട്ടെന്ന് തന്നെ ഫലം തരുന്ന ഒരു മരമാണ് മൾബറി. നമ്മുടെ ബാരൽ ഗാർഡനിലെ ഏറ്റവും ആദ്യത്തെ മരവും മൾബറി തന്നെയാണ്. മൾബറിയിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ ബാരൽ ഗാർഡനിലെ എല്ലാ മരങ്ങളും വെച്ചിട്ടുള്ളതും. അതിൽ ഏകദേശം ഒരു 80% നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടിയിട്ടുമുണ്ട്. പല മരങ്ങളും ഇപ്പോൾ കായ്ച്ചു. പല മരങ്ങളിലും നമ്മൾ കൊമ്പുകൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. മൾബറിയുടെ തൈ വെക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് മൾബറിയുടെ തൈ ചെയ്യുന്നത്. ഇതിന് ഒരു മീഡിയം സൈസ് കവറാണ് എടുത്തിട്ടുള്ളത്. തൈ ആയത് കാരണം തന്നെ മരം വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ കവർ മാറ്റുകയും അതിലേക്കുള്ള ഫില്ലിങ്സ് മാറ്റുകയും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം വെക്കുന്നത് ചിരട്ടയാണ്. 3 താഴെ ഹോളില്ലാത്ത 3 ചിരട്ടയാണ് ഏറ്റവും താഴെ വെക്കുന്നത്. 3 ചിരട്ട 3 കോർണറിലായിട്ട് അടുപ്പ് കൂട്ടുന്നത് പോലെ വെക്കുകയും മലർത്തിയാണ് വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നത് 3 ചിരട്ട വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചകിരിച്ചോറാണ് നിറച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കവറിൻ്റെ താഴത്തെ നിലയും താഴത്തെ ഒരു ലെയറും ചകിരിച്ചോറ് കൊണ്ടാണ് ഫിൽ ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ തൈ വെക്കേണ്ടത്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ചിരട്ട നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചിരട്ടയിൽ നിൽക്കുകയും ചകിരിച്ചോറിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം അതിൽ നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ വെക്കുന്നത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ചിരട്ടയിലിട്ട് അതിലുള്ള വെള്ളം അതുപോലെ തന്നെ നിൽക്കും. പെട്ടെന്ന് ഊർന്നു പോവുകയോ വറ്റിപ്പോവുകയോ ചെയ്യില്ല. കാരണം ചകിരിച്ചോറാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് മണ്ണ് വരിക. അപ്പോൾ മണ്ണ് ചൂടായി പിന്നീട് ചകിരിച്ചോറ് ചൂടാവാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ഇതിൻ്റെ വേരുകളെല്ലാം ഡയറക്റ്റ് ഇറങ്ങിപ്പോവുക ഈ ചകിരിച്ചോറിലുണ്ടാകുന്ന ഈർപ്പത്തിലേക്കാണ്. പെട്ടെന്ന് വേര് ഇറങ്ങിപ്പോവുകയും അപ്പോൾ തന്നെ മരം ഉണങ്ങാതെ കൂടുതൽ സമയം നിൽക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ചകിരിച്ചോറിൻ്റെ ഈർപ്പം നിലനിൽക്കും. ആ ഒരു കാരണത്താലാണ് നമ്മൾ ഹോളില്ലാത്ത ചിരട്ട മലർത്തി വെക്കും. ചകിരിച്ചോറ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണാണ് കൊടുക്കുന്നത്. ഈ മണ്ണിൽ നമ്മൾ പ്രധാനമായിട്ടും മിക്സ് ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമാണ് ഈ മണ്ണിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു തരത്തിലുള്ള കെമിക്കലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരുപാട് വളം ചെയ്യുന്നതിൽ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഈ ചെറിയ തൈകൾക്കെല്ലാം ചെറിയ രീതിയിലുള്ള വളം മാത്രം മതി. ഈ ഒരു അവസ്ഥയിൽ അത് മണ്ണിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മണ്ണിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ വളം ചെയ്യുന്നത് കൊണ്ട് അതിൽ നമുക്ക് ഈൽഡ് ലഭിക്കുന്നതാണ്. ചിരട്ട മൂടുന്നത് വരെ നമ്മൾ ചകിരിച്ചോറ് നിറച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈ വെക്കുന്നത്. തൈ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള മണ്ണിട്ട് ഇത് ഫിൽ ചെയ്യുന്നത്. ഏകദേശം ആ തൈയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന തൈയിൽ ഒരു ചെറിയ മുകളം വന്നിട്ടുണ്ട്. അവിടെ വരെയാണ് മണ്ണിട്ട് നമ്മൾ നികത്തുന്നത്. അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അത് മാറ്റി വെക്കുന്നതാണ്. അത്രയാണ് പ്രധാനമായിട്ടും ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് അനുകരിക്കണമെന്നോ അനുകരിക്കണ്ട എന്നോ പറയുന്നില്ല. നിങ്ങൾക്കിത് സക്സസ് ആണെന്ന് തോന്നുകയാണ് മാത്രം അനുകരിക്കാവുന്നതാണ്. ഇനി നമുക്ക് തൈ വെക്കാൻ വേണ്ടിയിട്ട് എയർ ലെയർ ചെയ്ത പ്ലാസ്റ്റിക് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ വേരുകൾ പൊട്ടാതെ എടുക്കുക. നമ്മൾ എങ്ങനെയാണ് ചുറ്റി വെച്ചത്
അതുപോലെ തന്നെ ആ ചുറ്റി വെച്ചത് അയച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചുറ്റി വെച്ചത് അയച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അതിലുള്ള ഈ ചകിരിച്ചോറ് കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ വേരുകൾ താഴോട്ടാണ് വളർന്നിട്ടുണ്ടാവുക. നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ അത് വെള്ളം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇളകി മാറുന്നതാണ്. പക്ഷെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ചെറിയൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് പൊടി ഒഴിവാക്കുക. ഇതിന് ശേഷം തൈ സെൻറ്ററിൽ വെച്ചതിന് ശേഷമാണ് മണ്ണിടേണ്ടത്. ഇപ്പോൾ ഇതൊരു വളഞ്ഞ കൊമ്പായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആ തൈ ഭാഗം നേരെയാണ് വെക്കുന്നത്. അപ്പോഴാണ് ഇതിൽ മുകൾ ഭാഗത്തേക്ക് വളരുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കുത്തി നിർത്തുകയാണെങ്കിൽ ഇതൊരു പോലെയാണ് ഈ മരം വളരുക. അതില്ലാതിരിക്കാൻ വേണ്ടി മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെരിച്ച രീതിയിലാണ് വെക്കുന്നത്. അതിൻ്റെ കൊമ്പ് വന്ന് വരെ മണ്ണിട്ടതിന് ശേഷം നമ്മളിത് മണ്ണിൽ നിർത്തുകയും പിന്നീട് മാറ്റി വെക്കുകയും ചെയ്യുന്നതാണ്. ഇതുപോലെ മറ്റ് 2 തൈകളും നമ്മൾ നടുന്നുണ്ട്. അതിൽ നമ്മൾ പേരക്ക തേയുന്നതിൻ്റെ വീഡിയോ ഒരു ഷോർട്ടായിട്ട് പെട്ടെന്ന് ടൈം ലാപ്സായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം ഈ തൈകൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. താഴെ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോഴും മറ്റും തട്ടുകയും അത് വേര് ഇളകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ വെച്ചാലും കുട്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇരുമ്പിൻ്റെ നെറ്റ് കൊണ്ട് റൗണ്ട് ടൈപ്പിൽ ഉണ്ടാക്കി അതിനകത്താണ് നമ്മൾ ഇത് വെക്കുന്നത്. വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയ ബോട്ടിൽ വെള്ളം നനച്ച് സ്പ്രേ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.